പപ്പൂസിന്റെ പിള്ളേർ താഴെ കൊണ്ടുപോകാനായിട്ട് ഐശക്കുട്ടി കൊട്ടയിട്ട് ഒന്നാണ്. കൊട്ട കണ്ടോടുകൂടി നമ്മുടെ ടെഡ്ഡിക്കുട്ടനാണ് അതിൻ്റെ അകത്ത് സ്ഥാനം പിടിച്ചിരിക്കുക. ആ പിള്ളേർ അതിൻ്റെ ഇടയിൽ ജാമായിട്ടാണ്ടിരിക്കണം. ഈ കലാപരിപാടിയായിട്ട് നമ്മുടെ സ്കൂബിക്കുട്ടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം. ഇവൻ്റെ ശരീരം മാത്രമേ വലുതായിട്ടുള്ളൂ, മനസ്സിപ്പോഴും കുഞ്ഞാന്നും പറഞ്ഞാന്ന് തോന്നുന്നു അവൾ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. ടെഡ്ഡിക്കുട്ടനാണ് ഈ കൊട്ടയുടെ പുറകെ കിടന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കണം. ആ പിള്ളേർ വേണമെങ്കിൽ കൊണ്ടുപോക്കാം, ആ കൊട്ട എനിക്ക് താന്നൊക്കെ പറഞ്ഞെങ്കിലും ഐശക്കുട്ടി വേഗം തന്നെ പിള്ളേരായിട്ട് ആ കൊട്ടയിട്ട് പോയിട്ടുണ്ട് കേട്ടോ താഴേക്കും. അങ്ങനെ താഴെ കൊണ്ടുവന്ന് കൊട്ട വെച്ച് ഓപ്പൺ ചെയ്തെങ്കിലും ആരും കൊട്ട വിട്ടു പോകാൻ തയ്യാറല്ലായിരുന്നു. കൊട്ട വെച്ച് കളിക്കായിരുന്നു കേട്ടോ. നമ്മുടെ പപ്പൂസും മോശമൊന്നുമില്ല, അവിടെ എത്രയോ സ്ഥലമുണ്ട്. എന്നിട്ട് ആ കൊട്ടക്കകത്തേക്കാണ് കയറി കിടക്കുന്നതും. ചക്കിക്കകത്ത് ചങ്കരെന്നൊക്കെ പറയില്ല, അതേപോലെ തന്നെയാണ് പിള്ളേർക്ക് പറ്റിയ ഒരു അമ്മ തന്നെയാണ് കേട്ടോ. അപ്പോൾ പിള്ളേർ പോയോടുകൂടി പപ്പൂസ് വേഗം തന്നെ കൊട്ടക്കകത്തേറി സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. അമ്മക്കും മക്കൾക്കും കൊട്ടയോട് ഇത്ര എന്താ പ്രിയമെന്ന് അറിയത്തില്ല. ഇവിടെ പിള്ളേരാണെങ്കിൽ പൊരിഞ്ഞടിയാണ്, ആരൊക്കെ തമ്മിൽ ജയിക്കൂ എന്നുള്ളൊരു കൺഫ്യൂഷനാണെന്ന് തോന്നുന്നു. അപ്പം ഇനി രാവിലെ വരെ അമ്മയും മക്കളും ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. പകൽ സമയത്താണ് കൂട്ടിലാക്കാറുള്ളതും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമായി ലൈക്ക് മറക്കണ്ട. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.